സോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഒബ്സർവേഷൻ ഹണ്ടാണ്. അപ്പം എന്താണ് ഇവിടെ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്കവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷനാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റി ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. അതായത് ഇവിടെ നടക്കുന്നത് ഒരു പൈപ്പ്, അതായത് ഒരു മൈൽഡ് സ്റ്റീൽ പൈപ്പിൻ്റെ വെൽഡിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2.5 മീറ്ററിൽ കൂടുതൽ ഡെപ്തുള്ള ഒരു ഏരിയയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഒബ്സർവേഷൻ എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാറ്റഗറി നോക്കാം. കാറ്റഗറി എന്ന് പറയുന്നത് അൺസേഫ് ആക്റ്റാണ്. കാരണം ഈ ഒരു വർക്ക് നമുക്ക് കാണുമ്പോഴേ അറിയാം ഇവർ തന്നെ വയലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് അൺസേഫായിട്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അൺസേഫ് ആക്റ്റ് ആണ്. ഇനി പ്രയോറിറ്റി നമുക്ക് നോക്കാം. പ്രയോറിറ്റി എന്നത് ഹൈ ആണ്. കാരണം ഈ ഒരു ഇത്രയും ഹൈ ഡെപ്തിലുള്ള നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം 2.5-3 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹൈറ്റ് ഏകദേശം 1.5 മേലെയാണ്. അതേപോലെ തന്നെ ഒരു 1.7 ഒക്കെ ഉള്ളൂ ഒരു നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരാളുടെ 10 മടങ്ങ് ഹൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അത്രയും ഒരു ഡെപ്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സോയിൽ കൊളാപ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അകപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊട്ടൻഷ്യൽ എപ്പോഴും ഹൈ ആയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നോക്കാം. Workman engaged for MS pipe welding without proper precautions. Identified proper access arrangement not provided. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ കാണുമ്പോൾ അറിയാം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ആക്സസ് അറേഞ്ച്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഏരിയയിലൊന്നും പ്രോപ്പറായിട്ട് ആക്സസ് അറേഞ്ച്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ആൻഡ് ഡ്യൂറിങ് മാൻ മൂവ്മെൻറ്റ് എക്സ്കവേറ്റർ ഈസ് ബീൻ പാർക്ക്ഡ് നിയർ ബൈ ട്രെഞ്ച്. Chance of cave-in hazards due to dumped loose soil. Also excess soil dumped at weld pit area and well pit area adequate clearance not ensured and cave-in protection not ensured. അപ്പോൾ ഇതൊരു ചെറിയതായിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഒബ്സർവേഷൻ റിപ്പോർട്ടാണ്. ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത് ഒരു പ്രോപ്പറായിട്ടുള്ള ആക്സസ് കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ മാൻ മൂവ്മെൻറ്റ് ഏരിയ, അതായത് ആ ഒരു പൈപ്പ് ലൈൻ സ്ട്രെച്ചിൽ വെൽഡ് പിറ്റിലാണ് നമ്മളവിടെ വർക്ക് നടക്കുന്നത് തന്നെ, വെൽഡിംഗ് പിറ്റിലാണ്. അപ്പം ആ ഒരു വെൽഡിംഗ് പിറ്റിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് ഈ ഒരു എക്സ്കവേറ്റർ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം എക്സ്കവേറ്റർ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഹൈ ടണ്ണേജ് ഉള്ള ഒരു വെഹിക്കിള് നമ്മുടെ ട്രെഞ്ചിൻ്റെ അടുത്ത് ഇത്രയും ലൂസായിട്ടുള്ള ഒരു സോയിലിൻ്റെ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ലോഡ് ക്രിയേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലോഡ് ചിലപ്പം ചെറിയൊരു വൈബ്രേഷൻ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത്രയും ഒരു സൈഡിൽ നടക്കുമ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ സോയിൽ കൊളാപ്സ് ആവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട് എക്സ്കവേഷൻ്റെ അടുത്ത് ഒരിക്കലും വെഹിക്കിൾ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസോ വൈബ്രേഷൻസോ ഒന്നും പാടില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു സിനാരിയോ ആണ് ഇവിടെയും. വെൽഡ് പിറ്റിൻ്റെ ഏരിയയുടെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു എക്സ്കവേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോഡ് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും മണ്ണിലുണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സോയിൽ കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ഒബ്സർവേഷനാണ്, എക്സസ് സോയിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. അതായത് വെൽഡ് പിറ്റ് ഏരിയയിലാണ് അവിടെ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഒരുപാട് സോയിൽ ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡംപ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ലൂസ് ഓയിലാണ് അല്ലേ. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് എപ്പോഴും മണ്ണ് എടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ലൂസ് ഓയിലിനകത്ത് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഒബ്സർവേഷനാണ്, ക്ലിയറൻസ് നമ്മൾ എൻഷുർ ചെയ്തിട്ടില്ല. അതായത് ആ ഒരു വെൽഡ് പിറ്റ് ഏരിയയിൽ ക്ലിയറൻസ്, പൈപ്പിൻ്റെ ക്ലിയറൻസ് അത് എൻഷുർ ചെയ്തിട്ടില്ല. ഇനി എന്താണ് ആ ക്ലിയറൻസ് ഉള്ളത് ഞാനത് വ്യക്തമാക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്സർവേഷൻ. പിന്നെ അതേപോലെ തന്നെ കേവിൻ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്തിട്ടില്ല. കേവിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സോയിലിന് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് അറിയാം അല്ലേ നമുക്ക്. സ്ലോപ്പിങ്, ബെഞ്ചിങ്, അതേപോലെ തന്നെ ബാറ്ററിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഷീൽഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് കേവിൻ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഹൈ പൊട്ടൻഷ്യൽ ഒബ്സർവേഷനാണ്. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു എക്സ്കവേഷനിലൂടെ ആൾക്കാർക്ക് അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സസ്പെൻഡ് ദ വർക്ക് ആൻഡ് ഇൻഫോം ദ സൈറ്റ് സൂപ്പർവൈസർ ഫോർ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ. അതായത്
ഈ ഒരു റെക്കമെൻഡേഷൻ ഫസ്റ്റ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്തു, അതായത് വർക്ക് സസ്പെൻഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ വർക്ക് സസ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ മറ്റൊരു ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ പ്രയോറിറ്റി പൊട്ടൻഷ്യൽ എപ്പോഴും ഹൈ ആയതുകൊണ്ടാണ് നമ്മളെപ്പോഴും വർക്ക് സസ്പെൻഡ് ചെയ്തത്. അതേപോലെ തന്നെ വർക്ക് സസ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സൈറ്റ് സൂപ്പർവൈസറിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അതായത് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇതാണ് കാര്യമെന്നുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, വർക്ക് സസ്പെൻഡ് ചെയ്യുന്നതോടെ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷനും നമ്മൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വി ആർ ദ റെസ്പോൺസിബിൾ, അല്ലേ? നമ്മളായിരിക്കും എപ്പോഴും എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും കയ്യിൽ നിന്നൊരു ചോദ്യം വരാം, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ സസ്പെൻഡ് ചെയ്തതെന്ന്, അല്ലേ? എപ്പോഴും ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും വർക്ക് പ്രോഗ്രസ് ആണ് എപ്പോഴും നോക്കുന്നത്. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ വർക്ക് പ്രോഗ്രസിൻ്റെ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മുടെ വർക്ക് നടക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത് അത് ചിലപ്പം മാനേജ്മെൻറ്റിന് ഒരു നെഗറ്റീവ് കൾച്ചർ കൊണ്ടുവരും. പക്ഷേ എന്താണ് അവിടുത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണത്തെ അവിടെ കാര്യം എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ളൊരു വ്യക്തമായിട്ട് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നതുകൂടെ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റാണ് വർക്ക്മാൻ ഡിസെൻഗേജ് ദ ആക്ടിവിറ്റി ആൻഡ് മൂവ് ഔട്ട് ഫ്രം ദ ടെൻച്ച് യൂസിങ് ലാഡർ ആക്സസ്. അപ്പം വർക്ക്മാൻ അവിടെ ആ ഒരു എക്സ്കവേറ്റഡ് ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആൾക്കാർ അവിടുന്ന് മൊബിലൈസ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് സേഫായിട്ടുള്ള ഒരു ഏരിയയ്ക്ക് മൊബിലൈസ് ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ലാഡർ ആക്സസ് കൊടുത്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രക്ടഡ് ടു എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ടു മൊബിലൈസ് ദ വെഹിക്കിൾ ഫ്രം ദ വെൽ പിറ്റ് ഏരിയ ആൻഡ് ടു ബാരിക്കേഡ് ടു അവോയ്ഡ് അൺഓതറൈസ്ഡ് എൻട്രി. അതായത് ഈ ഒരു എക്സ്കവേറ്റർ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ മാറാൻ പറഞ്ഞിട്ടുണ്ട്, വേറൊരു സ്ഥലത്തേക്ക് സേഫായിട്ടുള്ള ഏരിയയിലേക്ക് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഏരിയ വെൽഡ് പിറ്റ് ഏരിയയിൽ അവിടെ മൊത്തം ബാരിക്കേഷനും ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് എൻട്രി വരാതിരിക്കുന്നു, ഒരാളും അവിടേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാരിക്കേഡൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇൻസ്ട്രക്ടഡ് ടു സൈറ്റ് സൂപ്പർവൈസർ ടു പ്രൊവൈഡ് കേവിൻ പ്രൊട്ടക്ഷൻ ആൻഡ് ക്ലിയറൻസ്. അതേപോലെ തന്നെ നമ്മളുടെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് കേവിൻ പ്രൊട്ടക്ഷൻ നമുക്ക് സ്ലോപ്പിങ്, ബെഞ്ചിങ്, ഷീൽഡിങ് അത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അതൊരിക്കലും നമ്മൾ പറയുന്ന ഡിസൈർ അല്ലായിരിക്കും, കാരണം അത് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സോയിൽ കണ്ടീഷൻ, സോയിൽ ബിയറിങ്, ഇതെല്ലാം അനുസരിച്ചിട്ട് ഓരോ സൈറ്റ് ഏരിയയിലും പറയുന്ന രീതിയുണ്ട്. ഇപ്പം ഒരു നാരോ ട്രെഞ്ച് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് സ്ലോപ്പിംഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഈ പറയുന്ന ഷോറിംഗ് ബോക്സോ അല്ലെങ്കിൽ ഷീൽഡിങ് മെത്തേഡൊക്കെ ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർവൈസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആസ് പെർ പ്രൊസീജിയർ. അതേപോലെ തന്നെ ഓൺസൈറ്റ് TBT കണ്ടക്റ്റഡ് റിഗാർഡിംഗ് എക്സ്കവേഷൻ ഹസാർഡ്സ് ആൻഡ് പ്രിക്വേഷൻ. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓൺസൈറ്റായിട്ട് നമ്മളൊരു TBT എല്ലാവർക്കും കൊടുത്തു. എന്തുകൊണ്ടാണ് വർക്ക് സ്റ്റോപ്പ് ചെയ്തതും എന്താണ് ഇവിടെ കാരണം എന്നുള്ളത് നമ്മൾ എല്ലാവരുടെ അടുത്തും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്താണോ ഇവിടെ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണോ ഇവിടെ വർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒബ്സർവേഷൻസ് അതെപ്പോഴും നമ്മുടെ വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഈവൻ ദോ അവരത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളത് എപ്പോഴും പറയണം. അപ്പം നമ്മളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു മാറ്റം ഇല്ലേ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഹസാർഡിനെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും നമ്മുടെ വർക്ക്. പക്ഷേ ഈ വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന സൂപ്പർവൈസറോ അല്ലെങ്കിൽ മറ്റ് ഫോർമാനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ കൺസ്ട്രക്ഷൻ ടീം എന്ന് പറയുന്നത് അവരുടെ ഫോക്കസ് എപ്പോഴും വർക്ക് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൊരു സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം അവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ചിലപ്പം വർക്ക് ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അതിനോടുള്ളൊരു ശ്രദ്ധ കൊടുക്കാൻ ചിലപ്പം താല്പര്യമുണ്ടാവാൻ ചിലപ്പോൾ മറന്നു പോകാം. അങ്ങനെയുള്ള പല പീർ പ്രഷർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നെബോഷിലൊക്കെ ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. പീർ പ്രഷർ കാരണം അത് ചിലപ്പം നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് എപ്പോഴും അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അപകടഘട്ടത്തിൽ അവർക്കത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ളൊരു കഴിവ് വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റെപ്പറ്റീഷൻ എപ്പോഴും കൊണ്ടുവരുത്താൻ ശ്രമിക്കുക. ഇനി നമ്മൾ റെക്കമെൻഡേഷൻ പറഞ്ഞതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അതായത് ക്ലിയറൻസ് വേണമെന്ന്. അപ്പോൾ ഞാൻ ഇതിനൊരു ഇല്ലസ്ട്രേഷൻ ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് ക്ലിയറൻസ് എന്നുള്ളത്? അപ്പോൾ ക്ലിയറൻസ് എന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ട്രെഞ്ച് ആയിക്കോട്ടെ, അവിടെ നമുക്ക് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലിയറൻസ് കൊടുത്തിരിക്കണം. അപ്പോൾ ക്ലിയറൻസ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എർഗോണമിക് കണ്ടീഷനൊക്കെ ഉണ്ടല്ലേ. അപ്പം ഒരു വർക്കേഴ്സ് അവിടെ നിന്ന് വെൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ടേൺ ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ സ്പേസ് ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പം അവർക്ക് പ്രോപ്പറായിട്ടൊരു എർഗോണമിക് കണ്ടീഷൻ കിട്ടുകയില്ല, പല ഇഞ്ചുറിക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ലിയറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് കൊടുക്കുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇൻ കേസ് സോയിൽ കൊളാപ്സ് ആയാൽ കൂടെ പെട്ടെന്ന് അയാൾക്ക് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഈ പൈപ്പ് ലൈനിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂട്ടിലിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ ആയിക്കോട്ടെ മിനിമം ഒരു 300 mm ക്ലിയറൻസ് വൺ സൈഡ് കൊടുത്തിരിക്കണം. അതായത് ബോത്ത് ദ സൈഡ് 600 mm മിനിമം കൊടുത്തിരിക്കണം. അത് ഒരു പക്ഷേ നമ്മളുടെ പൈപ്പ് ഡയാലും അതേപോലെ തന്നെ സോയിൽ കണ്ടീഷനിലും വ്യത്യാസം വരാം. ഓക്കെ, അതെപ്പോഴും നോട്ട് ചെയ്യണം. ഒരു പൈപ്പ് ഡയ വലുതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ 300 mm കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് മുകളിലും നമുക്ക് ക്ലിയറൻസ് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു അപ് ടു 600 mm ഡയ വരെയൊക്കെ നമുക്ക് ഏകദേശം ഒരു 300 mm ക്ലിയറൻസ് ഒക്കെ കൊടുക്കാം. അതൊരു മിനിമം ആണ്. പ്രൊസീജിയർ അനുസരിച്ച് മാറും, അതേപോലെ തന്നെ സൈറ്റ് ലൊക്കേഷൻ അനുസരിച്ച് മാറും. ഞാൻ എൻ്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്, എൻ്റെ ഒരു SOP വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ള സ്ലോപ്പ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കേവിൻ പ്രൊട്ടക്ഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെൽഡ് പിറ്റൽ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ എക്സസ് ഓയിലൊക്കെ റിമൂവ് ചെയ്യണം. ഒരിക്കലും ഒരു ഒബ്സ്ട്രക്ഷൻസും പാടില്ല. എപ്പോൾ വേണമെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ അവിടെ എപ്പോഴും കാണണം. എന്നാൽ മാത്രമേ ഒരു അപകടം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ട് ആൻഡ് താങ്ക് യു.